Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മല്ലു ഫാമിലിയിലെ വത്സലമ്മയുടെ അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഒരു തവണ ഈ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ റെസിപ്പി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തതിന് മല്ലു ഫാമിലിയോട് ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്തത്, കുറച്ച് പച്ചമുളക്, പരിപ്പ്, ചെറിയ ഉള്ളി, ഒരു 4-5 വെണ്ടയ്ക്ക കട്ട് ചെയ്തത്, വറുക്കാൻ ആവശ്യത്തിനുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, കുറച്ച് കാശ്മീരി പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയത്, കായപ്പൊടി, ഉപ്പ്, പുളിവെള്ളം. പിന്നെ താളിക്കാൻ ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ഉലുവ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പരിപ്പും വഴുതനങ്ങയും ക്യാരറ്റും 2 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ വഴുതനയും ക്യാരറ്റും പരിപ്പും കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ പൊടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെച്ചിരുന്ന പരിപ്പ്, ക്യാരറ്റ്, വഴുതന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചെടുത്ത പൊടി ചേർത്ത് കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി വേവിച്ച് വെച്ച കഷ്ണങ്ങൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച കഷ്ണങ്ങൾ സാമ്പാറിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. വഴറ്റി വെച്ച വെണ്ടക്കയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക.
ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം കായപ്പൊടിയും പിന്നെ താളിക്കാനുള്ളതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. സാമ്പാർ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൻ വെച്ചിട്ട് സാമ്പാറിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വത്സലമ്മയുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുള്ള സാമ്പാറാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.